അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തനിനാടൻ ഉണ്ടയുടെ ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു കടായി എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം കപ്പിന് അളന്നിട്ടല്ല ഒഴിച്ചു കൊടുത്തതിട്ടാ, ഒരു സുമാറ് അളവിലാണ് ഒഴിച്ചു കൊടുത്തതിട്ടാ. ആ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് ഒരു പാത്രം എടുത്ത് അത് മൂടി വെച്ചിട്ടാ 10 മിനിറ്റ് നേരം അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടാ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് നോക്കിയപ്പോൾ വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. കൊഴുക്കട്ട ഉണ്ടാക്കുന്ന അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച അരിയാണ് കേട്ടോ. 1 കപ്പ് അരി എടുത്ത് അത് നല്ലവണ്ണം കഴുകി കുതിർത്തി വെച്ച് മിക്സിൻ്റെ ജാറിൽ വെച്ച് പൊടിച്ചതാണ് കേട്ടോ. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ടാ. അരി പൊടിച്ചതും വറുത്തതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അത് എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ. ചൂടായ വെള്ളത്തിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടാ. എന്നിട്ട് അതിലേക്ക് പൊടിയിട്ട് കൊടുത്തു. 2 മിനിറ്റ് നേരം അത് ഇളക്കാതെ ഒന്ന് വെച്ചിട്ടാ. വെള്ളം പൊടിയിലേക്ക് പൊന്തി വരാനാണ് കേട്ടോ. 2 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു തവ എടുത്തു. അതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഒന്ന് നല്ലവണ്ണം പൊടി ഇളക്കി കൊടുത്തുട്ടാ. ഈ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പൊടിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചത് കേട്ടോ. എന്നിട്ട് സമയം എടുത്ത് പതിയെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടാ. നല്ലവണ്ണം പൊടി കിളരണം, അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. നേരത്തെ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് പൊടിയിട്ടപ്പോൾ വെള്ളം പാകത്തിനായിരുന്നു, കൂടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പൊടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു. പൊടി നല്ലവണ്ണം ഇളക്കി കൊടുത്താൽ പൊടി നല്ലോണം കട്ട കെട്ടി വരും. അപ്പോഴാണ് പൊടി നല്ലോണം വെന്തിരിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ഗ്യാസ് ഓഫാക്കണം കേട്ടോ. എന്നിട്ട് ഒരു പാത്രം എടുത്ത് അത് മൂടി വെക്കണം. ഒരു 2-3 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം പൊടി നല്ലവണ്ണം കുഴച്ചെടുക്കണം. നല്ല ചൂടോടുകൂടി പൊടി കുഴച്ചെടുക്കാൻ പറ്റുകയില്ല, അതുകൊണ്ടാണ് 2-3 മിനിറ്റ് നേരം മാറ്റി വെച്ചത് കേട്ടോ. ഈ സമയത്ത് പൊടി മൂടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും കേട്ടോ. ഒരു പാത്രം എടുത്തു, ആ പൊടി അതിലേക്ക് കൊട്ടി കൊടുത്തിട്ടാ. എന്നിട്ട് നല്ലവണ്ണം ചാമ്പി വെച്ചിട്ടാ. പൊടി നല്ലവണ്ണം ചാമ്പി മിക്സ് ആക്കണ്ട കേട്ടോ. പത്തിരിക്ക് ചാമ്പുന്നത് പോലെ നല്ല ചാമ്പണ്ട കേട്ടോ. കൊഴുക്കട്ടക്കല്ലേ, അപ്പോൾ ഒരുവിധം ചാമ്പി എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നമ്മുടെ പൊടിയെല്ലാം ബോൾസാക്കി മാറ്റി വെച്ചിട്ടാ. ഈ തേങ്ങാപ്പണ്ടം ഉണ്ടാക്കാം. ഒരു പാത്രം എടുത്തു, ഗ്യാസ് ഓൺ ചെയ്തു അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 കട്ട ശർക്കര അതിലേക്ക് വെച്ച് കൊടുത്തുട്ടാ. ശർക്കര ഇല്ലെങ്കിൽ ഈ കൊഴുക്കട്ട പഞ്ചസാര വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാൻ ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, കുട്ടികൾക്ക് ഇഷ്ടം അതാണ്. പഞ്ചസാര ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തേങ്ങാപ്പണ്ടം ശരിയാക്കാം. ശർക്കര ആകുമ്പോൾ അങ്ങനെയല്ല, സമയമെടുക്കും. ശർക്കര ഉരുക്കി നല്ലവണ്ണം അരിച്ചെടുക്കണം. അതിൽ കച്ചറ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നല്ലവണ്ണം അരിച്ചെടുക്കേണ്ടത്. ശർക്കര ഉരുക്കി വരോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കര നല്ലവണ്ണം ഉരുക്കി വന്നിട്ടാ. ഒരു ഫാൻ എടുത്ത് അത് ഗ്യാസിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടാ. എന്നിട്ട് ഈ ശർക്കര ഒരു അരിപ്പ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ശർക്കര പാനിയും
ചൂട്ടോട് കൂടിയ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ടാവാൻ സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ ചൂടോട് കൂടി ഒഴിച്ച് കൊടുക്കരുത്. സ്റ്റീലിൻ്റെ അരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. അതിലേക്ക് ഒരു 4 ഏലക്കയും കുത്തിച്ചതച്ച് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ ഏലക്ക പൊടിയില്ല, അതുകൊണ്ടാണ് ഏലക്ക കുത്തി പൊടിച്ച് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഒരു തേങ്ങയും ഒരു മുറിയും അത് ചിരകി അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം അത് ഇളക്കി യോജിപ്പിച്ചു. 1 ടീസ്പൂൺ വെച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. കൈ വെക്കാതെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പണ്ടം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടാ. ഇത് തണുക്കാൻ പാടില്ല, കട്ട കെട്ടും. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് തയ്യാറാക്കാം. നേരത്തെ ബോൾസാക്കി മാറ്റി വെച്ച ബോളിൽ നിന്ന് ഒരു ബോൾസ് എടുത്തു. അതിൻ്റെ സെൻറ്റർ നോക്കി ഒരു കുഴിയാക്കി കൊടുത്തുട്ടാ. തേങ്ങാപ്പണ്ടം വെച്ചാൽ പൊട്ടിപ്പോവാത്ത രീതിയിൽ തന്നെ കുഴിയാക്കണട്ടാ, എന്നാലോ നമുക്കതിൽ നല്ലവണ്ണം തേങ്ങാപ്പണ്ടം വെക്കാൻ പറ്റുകയുള്ളൂട്ടാ. തേങ്ങാൻ്റെ മിക്സ് തണുക്കുമ്പോൾ അത് നല്ല കട്ട പിടിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെച്ച് അത് നല്ലവണ്ണം ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ കുഴിയാക്കി വെച്ചതിലേക്ക് 1 ടീസ്പൂണ് തേങ്ങൻ്റെ മിക്സ് ഇട്ട് കൊടുത്തുട്ടാ. എന്നിട്ട് അതിൻ്റെ 2 ഷേഡും ഒന്ന് കൂട്ടിപ്പിടിച്ച് അമർത്തി കൊടുത്തുട്ടാ. ബോൾസ് ചെറുതായാൽ നമ്മൾ കുഴിച്ചാൽ അത് പറ്റ കട്ടി കുറയും. അതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ബോൾസ് തയ്യാറാക്കിയെടുക്കണം. എന്നാലേ നമുക്ക് തേങ്ങാൻ്റെ മിക്സ് വെച്ചാൽ പൊട്ടിപ്പോവാതിരിക്കുകയുള്ളൂ. എന്നിട്ട് ആ ബോൾസ് നല്ലവണ്ണം അമർത്തി കൊടുക്കണം കേട്ടോ. അരി പൊടിക്കുമ്പോൾ 2 ടീസ്പൂണ് വലിയ ജീരകം അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ പറയാൻ മറന്നുപോയതാണ് കേട്ടോ. അങ്ങനെ നല്ലവണ്ണം ഒതുക്കി ആ ഫസ്റ്റ് ബോൾസ് തയ്യാറാക്കിയെടുത്തിട്ടാ. ഞാനിവിടെ ബോൾസ് ചിരകിയ തേങ്ങയിലിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്ത് ഒന്ന് നല്ലവണ്ണം കയ്യിൽ വെച്ച് അമർത്തി കൊടുത്തിട്ടാ. അങ്ങനെ നമ്മുടെ ബോൾസ് ഒക്കെ ഓരോന്നോരോന്നായി തയ്യാറാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ബോൾസും ഓരോന്നോരോന്നായി ഇതുപോലെ തന്നെ തയ്യാറാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്ത തേങ്ങ 2 തേങ്ങയും 1 പകുതിയുമാണ് കേട്ടോ. ബോൾസ് കവർ ചെയ്യുന്ന തേങ്ങ തികയാതെ വരുമ്പോൾ വീണ്ടും ചിരകി എടുക്കുന്നുണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കാത്തതാണ് കേട്ടോ. ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ തേങ്ങ നല്ലവണ്ണം അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഇതൊരു നാടൻ പലഹാരമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. കുട്ടികൾക്കൊന്നും ഇതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തതൊന്നും ഉണ്ടാക്കില്ലല്ലോ, അത് കാരണമാണ് അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാത്തത്. ഇങ്ങനത്തെ പലഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കൊഴുക്കട്ട വേവിക്കാൻ വേണ്ടി ഞാൻ എടുത്ത പാത്രം ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്ത് അതിൻ്റെ മേലെ ആ പാത്രം വെച്ച് കൊടുത്തുട്ടാ. അതിലേക്ക് കൊഴുക്കട്ട വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തുട്ടാ. 10 മിനിറ്റ് നേരം ആ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചു. അതിൻ്റെ മൂടി വെച്ചിട്ടാ. 10 മിനിറ്റ് ആയപ്പോൾ അതിൻ്റെ മൂടി എടുത്ത് തുറന്ന് നോക്കി. ഈ സമയത്ത് വെള്ളം നല്ലവണ്ണം തിളക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൊഴുക്കട്ട വെച്ച് വേവിക്കുന്നത് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലാണ് കേട്ടോ. ആ തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. ആദ്യം ആ തട്ടിൻ്റെ ഓരോ കുഴിയിലേക്കും ഓരോ ബോൾസും വെച്ച് കൊടുത്തുട്ടാ. ഈ തട്ടിൻ്റെ ഷേഡ് ഭാഗത്തൊക്കെ ബോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആവി വന്ന് വേഗം
ഉണ്ട വെന്ത് തയ്യാറാവട്ടാ. ഓരോ ബോൾസും ഈ തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ട്ടാ. ഈ പലഹാരം കുട്ടികൾക്ക് അധികം ഇഷ്ടമല്ലട്ടാ. അതുകൊണ്ട് സ്കൂൾക്ക് ഇന്നിത് കൊണ്ടുപോകില്ല. അവർക്ക് വേറെ ഭക്ഷണം എന്തെങ്കിലും തയ്യാറാക്കി കൊടുക്കണം. ഞാനിവിടെ ബ്രെഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് നെയ്യിൽ പൊരിച്ച് അവർക്ക് മുട്ടയും ഓംലേറ്റ് അടിച്ച് കൊടുക്കാമെന്ന് കരുതുന്നു. ദോശയും ഓട്ടടയൊക്കെ മടക്കുമ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഓരോ റെസിപ്പിയും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ പലഹാരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവും. ഇഡ്ഡലി തട്ടിലേക്ക് ഓരോ ബോൾസും ഇതുപോലെ വെച്ച് തയ്യാറാക്കി എടുത്തിട്ടാ. ഒരു ചെമ്പിൻ്റെ മൂടി എടുത്തു, അത് മൂടി വെച്ചിട്ടാ 35 മിനിറ്റ് അത് വേവിക്കാൻ വെക്കണം കേട്ടോ. 35 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ മൂടി തുറന്ന് നോക്കുമ്പോൾ കൊഴുക്കട്ടെല്ലാം നല്ലവണ്ണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂട് ആറിയതിന് ശേഷം ആ കൊഴുക്കട്ടെല്ലാം ഒരു പാത്രത്തിലേക്ക് വാങ്ങി വെച്ചിട്ടാ. ഞാൻ ചായ കഴിക്കട്ടെ ട്ടാ. എന്നിട്ട് കൊഴുക്കട്ട തിന്നിട്ട് അതിൻ്റെ വിവരം പറയട്ടാ. ഞാനത് ഒന്ന് പൊളിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചുടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാപ്പിയൊന്നും കുടിക്കില്ല. രാത്രി മാത്രം ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി കുടിക്കുകയുള്ളൂ. ഇത് സൂപ്പറാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കി. ഇതിൻ്റെ മറുപടി കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് പ്ലീസ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും.